മലയാള കലാകാരന്മാരുടെ ദേശീയ സംഘടനയാണ് നന്മ. കേരളത്തിലെ എല്ലാ വിഭാഗം കലാകാരന്മാരെയും ഉൾക്കൊള്ളുന്ന നന്മ എന്ന ഈ കലാകാരന്മാരുടെ സംഘടന, നാഷണൽ അസോസിയേഷൻ ഓഫ് മലയാളം ആർട്ടിസ്റ്റ്, ഇത് 2010 മുതൽ കേരളത്തിൽ പ്രവർത്തിക്കുന്ന കലാകാരന്മാരുടെ ഒരു സംഘടനയാണ്. ക്ഷേമനിധി എന്ന ആശയം ആദ്യം സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിച്ച് കലാകാരന്മാർക്ക് വേണ്ടി ക്ഷേമനിധി പെൻഷൻ ഏർപ്പെടുത്തുകയും ഇന്നിപ്പോൾ 4000 രൂപ കലാകാരന്മാർക്കായി ക്ഷേമനിധി പെൻഷൻ ലഭിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ടാക്കിയത് നന്മയാണ്. ഇന്നിപ്പോൾ 60 വയസ്സ് കഴിഞ്ഞ കലാകാരന്മാർക്ക് ക്ഷേമനിധിയിൽ അംഗത്വമെടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. അത് ഈ ക്ഷേമനിധിയുടെ ഒരു രീതിയാണത്. 60 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് അംഗത്വമെടുക്കാൻ കഴിയില്ല. പക്ഷേ ഇതറിയാതെ പോയ കുറേ കലാകാരന്മാരുണ്ട്. 1000-ലധികം കലാകാരന്മാർ മാത്രം ആണ് അന്ന് ആദ്യം ചേർന്നതെങ്കിലും പിന്നീട് ഇപ്പോൾ ആയിരക്കണക്കിന് ആൾക്കാർ പുറത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഇത്തരം 60 വയസ്സ് കഴിഞ്ഞ പൂർത്തിയായ കലാകാരന്മാർക്ക് ക്ഷേമനിധിയിൽ അംഗത്വമെടുക്കുന്നതിന് ഒരു അവസരമൊരുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നമ്മൾ നിരവധി സമരങ്ങൾ നമ്മൾ നടത്തുകയുണ്ടായി. അത് അംഗീകരിക്കാം എന്ന് ഗവൺമെൻറ് പറഞ്ഞുവെങ്കിലും ഇന്നും അത് പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇന്നിപ്പോൾ കേരളത്തിലെ നിരവധിയായിട്ടുള്ള കലാകാരന്മാർ ഈ വരുന്ന 26-ാം തീയതി സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒട്ടനവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഒരു സമര പരിപാടി നടത്തുകയാണ്. അതിൽ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്ന വർഷങ്ങളായി കലാകാര പെൻഷൻ എന്നൊരു പെൻഷൻ, അത് 1000 രൂപ പിന്നെ വർദ്ധിപ്പിച്ച് മറ്റ് ക്ഷേമനിധി പെൻഷനോടൊപ്പം തന്നെ 1600 രൂപ പെൻഷൻ കൊടുക്കുന്ന ഒരു പെൻഷൻ പദ്ധതിയും നടപ്പിലാക്കിയിരുന്നു. ഇന്നിപ്പോൾ എല്ലാ പെൻഷനും 2000 രൂപയാക്കിയപ്പോഴും കലാകാര പെൻഷൻ എന്ന ക്ഷേമനിധി അല്ലാത്ത മറ്റൊരു പെൻഷൻ, കലാകാര പെൻഷൻ 1600 രൂപ എന്ന് തന്നെയാണ് ഇപ്പോഴും തുടരുന്നത്. അതുമാത്രം 2000 രൂപയായി വർദ്ധിപ്പിച്ചിട്ടില്ല. അങ്ങനെ കലാകാര പെൻഷൻ എന്ന സാംസ്കാരിക വകുപ്പ് കൊടുക്കുന്ന ഈ 1600 രൂപ പെൻഷൻ 2000 രൂപയായി വർദ്ധിപ്പിക്കണം എന്ന ആവശ്യം കൂടെ ഉന്നയിച്ചുകൊണ്ടാണ് ഈ വരുന്ന 26-ാം തീയതി സെക്രട്ടേറിയറ്റിന് മുന്നിൽ നന്മ, നാഷണൽ അസോസിയേഷൻ ഓഫ് മലയാളം ആർട്ടിസ്റ്റ്, ഈ നമ്മളൊരു സെക്രട്ടേറിയറ്റ് ധർണ സംഘടിപ്പിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ 10 മണിക്ക് ശേഷം കലാകാരന്മാർക്ക് പൊതുയിടങ്ങളിൽ കലാപരിപാടികൾ അവതരിപ്പിക്കാൻ ഉത്സവ പറമ്പുകളിലും മറ്റ് സ്ഥലങ്ങളിലൊന്നും ഉത്സവ പരിപാടികളിലും 10 മണിക്ക് ശേഷം മൈക്ക് സെറ്റ് പ്രവർത്തിപ്പിച്ച് പരിപാടികൾ അവതരിപ്പിക്കാൻ കഴിയാത്തൊരു അവസ്ഥയുണ്ട്. അപ്പോൾ ഇത് കലാകാരന്മാരുടെ ഉപജീവനമാർഗം നഷ്ടമാവുന്ന ഒരു അവസ്ഥ. ഇതിന് അതാത് പ്രദേശങ്ങളിൽ പോലീസ് ഉദ്യോഗസ്ഥരും ഈ ഉത്സവ കമ്മിറ്റിക്കാരുമൊക്കെ ആയിട്ട് ഒരു ധാരണയുണ്ടാക്കി ചെറിയൊരു സമയത്തിൽ ഒരു സമയക്രമത്തിൽ ഒരു മാറ്റം വരുത്തി കൊടുക്കണം എന്ന കാലങ്ങളായി നമ്മൾ ആവശ്യപ്പെടുന്നതാണ്. ഇത്തരം നിരവധി വിഷയങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത്. ഇതിന് ഒരു തീർപ്പാക്കാതെ തുടരുന്ന ഈ അവസ്ഥയിൽ ഈ വരുന്ന 26-ാം തീയതി നന്മയുടെ ഒരു സെക്രട്ടേറിയറ്റ് ധർണ നടക്കുകയാണ്. സംസ്ഥാനത്തെ 14 ജില്ലയിലെ പ്രതിനിധികൾ പങ്കെടുക്കുന്ന ഒരു സമര പരിപാടിയാണ്. ബാക്കി കാര്യങ്ങൾ നമ്മുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീ കാര്യവട്ട സാർ പറയും. ബഹുമാന്യരായ മാധ്യമപ്രവർത്തകരെ, നന്മ, അതായത് പ്രധാനമായി പറഞ്ഞാൽ മലയാള കലാകാരന്മാരുടെ ഒരു ദേശീയ സംഘടനയാണ്. നാഷണൽ അസോസിയേഷൻ ഓഫ് മലയാളി ആർട്ടിസ്റ്റ് എന്നാണ് ഇതിന് പേരിട്ടിരിക്കുന്നത്. നേരത്തെ ബഹുമാന്യ സംസ്ഥാന സെക്രട്ടറിമാരിൽ ഒരാളായ ശ്രീ സുരേഷ് ഒഡേസ ഇതിനെക്കുറിച്ച് ആമുഖമായി വിശദീകരിക്കുകയുണ്ടായി. ഈ ഫെബ്രുവരി 26-ന് ധർണയും കലാസംഗമവും സെക്രട്ടേറിയറ്റിൻ്റെ നടയിൽ നടത്തുകയാണ്, വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട്. എന്തായിരുന്നാലും നമ്മുടെ ആവശ്യമെന്ന് പറയുന്ന കലാകാരന്മാർക്ക് അർഹമായ സ്ഥാനം കൊടുക്കുക, ഇടം കൊടുക്കുക, അവർക്ക് ക്ഷേമമായി ബന്ധപ്പെട്ട തുകകൾ വർദ്ധിപ്പിക്കുക, 60 വയസ്സിന് മുമ്പേ അപേക്ഷിക്കാൻ കഴിയാത്ത കലാകാരന്മാർക്ക് ഒരിക്കൽ കൂടി അവസരം കൊടുക്കുക. അത് മാനുഷികമായ ഒരു പരിഗണനയാണ്. ഒരിക്കൽ കൊടുത്തിട്ടുണ്ട്, പക്ഷേ വീണ്ടും ഞങ്ങൾ പറയുന്നു, ഒരിക്കൽ കൂടി അവർക്ക് അവസരം കൊടുക്കണം. അവസരമായ കലാകാരന്മാർ ഉണ്ട്, ആരോഗ്യപരമായ പ്രശ്നങ്ങളുള്ള, സാമ്പത്തികമായ പ്രശ്നങ്ങളുള്ള. കൂടാതെ നമുക്കറിയാം, മുഖ്യമന്ത്രിക്ക് അതുപോലെ ധനകാര്യമന്ത്രിക്ക് ഞങ്ങൾക്കൊരു അഭിനന്ദനം പറയാനുണ്ട്. കാരണം കഴിഞ്ഞ 2 മാസം മുമ്പ് തിരുവനന്തപുരത്തെ സാംസ്കാരിക പ്രവർത്തകരെ മുഖ്യമന്ത്രി വിളിച്ചിരുന്നു. സാഹിത്യ പ്രവർത്തകരെയും കലാകാരന്മാരെയും ഒരുമിച്ച് ചേർത്ത് മസ്കറ്റ് ഹോട്ടലിൽ വിളിച്ചിരുന്നു. അപ്പോൾ ഞാനൊരു നന്മയുടെ ഒരു പ്രതിനിധിയായിട്ട് ഞാനും സുരേഷ് ഒഡേസയും അതിൽ ഞാനൊരു അഭിപ്രായം പറഞ്ഞു. തിരുവനന്തപുരത്തും ഇതര ജില്ലകളിലും കലാകാരന്മാർക്ക് അവരുടെ കലാപ്രകടനങ്ങളും സാഹിത്യ കലാപ്രകടനങ്ങളും
നൃത്തവും സംഗീതവും ഇതൊക്കെ അവതരിപ്പിക്കാൻ ഒരു ഇടമില്ല. തിരുവനന്തപുരത്ത് തന്നെ എത്ര രൂപ വാടക കൊടുത്താലേ നമുക്കൊരു ഹാള് കിട്ടത്തുള്ളൂ. സംഗീതം അവതരിപ്പിക്കണമെങ്കിൽ, നൃത്തം അവതരിപ്പിക്കണമെങ്കിൽ, നാടകം അവതരിപ്പിക്കണമെങ്കിൽ, സാഹിത്യ സമ്മേളനമോ അല്ല ചർച്ചകളോ സെമിനാറോ സംഘടിപ്പിക്കണമെങ്കിൽ അത് സൗജന്യമായി എല്ലാ ജില്ലകളിലും നഗരിയിൽ ഒരു ഓഡിറ്റോറിയം നമ്മൾ വരുന്ന കലാകാരന്മാരുടെ സീനിയാരിറ്റി അനുസരിച്ച് ബുക്ക് ചെയ്യാൻ അനുവാദം കൊടുക്കുക, അവർക്ക് കലാപ്രകടനങ്ങൾ അവതരിപ്പിക്കാനുള്ള അവസരം കൊടുക്കുക. അങ്ങനെ അത് മുഖ്യമന്ത്രി ബഡ്ജറ്റിൽ തുക മാറ്റിവെച്ചിട്ടുണ്ട്. ധനകാര്യ വകുപ്പ് മന്ത്രിക്കും ബഡ്ജറ്റ് തയ്യാറാക്കിയ ധനകാര്യ വകുപ്പ് മന്ത്രിക്കും മുഖ്യമന്ത്രിക്ക് ഞങ്ങളുടെ നന്മയുടെ അഭിനന്ദനങ്ങൾ ഈ അവസരത്തിൽ പറയുകയാണ്. ഒപ്പം ഈ കലാകാരന്മാരുടെ ആവശ്യങ്ങൾ കൂടി പരിഹരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന മാധ്യമ പ്രവർത്തകർക്ക് നന്മ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നമസ്കാരം. വളരെ കൃത്യമായിട്ട് വാക്കുകളിലൂടെ അടയാളപ്പെടുത്തി കഴിഞ്ഞു. 60 വയസ്സ് കഴിഞ്ഞ കലാകാരന്മാർക്ക് ഒരിക്കൽ കൂടി ക്ഷേമ പദ്ധതിയിൽ ഉൾപ്പെടുവാനുള്ള സാഹചര്യങ്ങൾ കൊടുക്കുക. അതോടൊപ്പം തന്നെ രാത്രി 10 മണിക്ക് ശേഷം കലാകാരന്മാർക്ക് പരിപാടികൾ അവതരിപ്പിക്കാൻ പറ്റാത്തൊരു സ്ഥിതിവിശേഷമാണുള്ളത്. ആ മൈക്ക് നിരോധനത്തെ ഗവൺമെൻറ് ഞങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ടൊരു ക്രമീകരണം ബഹുമാനപ്പെട്ട ഗവൺമെൻറ് എടുക്കുക. മൂന്നാമത് കലാസ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന, നമ്മുടെ സംഗീത കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന കുട്ടികളുണ്ട്, ഡാൻസ് സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന കുട്ടികളുണ്ട്. ഇവർക്കൊന്നും നമ്മളൊക്കെ നേരത്തെയൊക്കെ സ്കൂളുകളിൽ സംഗീതം പഠിപ്പിക്കുന്ന അധ്യാപകരുണ്ടായിരുന്നു, അങ്ങനെ നൃത്തം പഠിപ്പിക്കുന്ന അധ്യാപകരൊക്കെ ഉണ്ടെന്നൊരു കാലം ഉണ്ടായിരുന്നു. ഇന്ന് അവരൊക്കെ പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്കൊന്നും ഒരവസരങ്ങളും ലഭിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ആ കുട്ടികൾക്ക്, സംഗീതം പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് സമാന തസ്തികയിൽ സ്കൂളുകളിൽ സംഗീത അധ്യാപകരായി അല്ലെങ്കിൽ കലാ അധ്യാപകരായി നിയമിക്കാനുള്ള ഒരു നടപടി ബഹുമാനപ്പെട്ട ഗവൺമെൻറ് സ്വീകരിക്കണം.